ഏപ്രിൽ മാസത്തിൽ തിയേറ്ററുകളിലും OTT-യിലും റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏതെല്ലാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഏപ്രിൽ 5-ാം തീയതി വിജയ് ദേവരകൊണ്ട മൃണാൾ ഠാക്കൂർ ടീം ഒന്നിക്കുന്ന ഫാമിലി സ്റ്റാർ എന്ന തെലുങ്ക് ചിത്രം തിയേറ്ററുകളിൽ റിലീസാകും. ഇതിന്റെ തമിഴ് ഡബിംഗ് വേർഷനും റിലീസാകുന്നുണ്ട്. നമ്മുടെ സ്ലം ഡോഗ് മില്യണറിലൊക്കെ അഭിനയിച്ച് പ്രശസ്തനായ ദേവ് പട്ടേൽ സംവിധാനം ചെയ്യുന്ന ഇംഗ്ലീഷ് ആക്ഷൻ ചിത്രം മങ്കി മാൻ ഏപ്രിൽ 5-ന് തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട്. കോളിൻ ഫാരൽ പ്രധാന വേഷത്തിലെത്തുന്ന ഷുഗർ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആപ്പിൾ TV+ൽ ഏപ്രിൽ 5 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ദി ഒമൻ ഫ്രാഞ്ചൈസിലെ 6-ാമത്തെ ചിത്രമായ ദ ഫസ്റ്റ് ഒമൻ എന്ന ഹൊറർ ചിത്രം ഏപ്രിൽ 5-ാം തീയതി തിയേറ്ററുകളിൽ റിലീസാകും. പാരസൈറ്റ് ദ ഗ്രേ എന്ന കൊറിയൻ ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 5-ന് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അക്ഷയ് കുമാർ, ടൈഗർ ഷ്രോഫ് എന്നിവരോടൊപ്പം പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തുന്ന ഹിന്ദി ആക്ഷൻ ചിത്രം ബഡേ മിയ ഛോട്ടെ മിയ ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ റിലീസാകും. അജയ് ദേവ്ഗൻ നായകനാകുന്ന മൈദാൻ എന്ന ഹിന്ദി ബയോപിക്കും ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. ബ്ലഡ് ഫ്രീ എന്ന കൊറിയൻ ഡ്രാമ ത്രില്ലർ സീരീസ് ആമസോൺ പ്രൈം വീഡിയോയിൽ ഏപ്രിൽ 10-ന് റിലീസാവുന്നുണ്ട്. ആന്ത്രസൈറ്റ് എന്ന ഫ്രഞ്ച് ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 10-ന് റിലീസാകും. ദ ഹൈജാക്കിംഗ് ഓഫ് ഫ്ലൈറ്റ് 601 എന്ന ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ഏപ്രിൽ 10-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഏപ്രിൽ 11 മുതലാണ് ഈ വർഷത്തെ വിഷു ചിത്രങ്ങളുടെ റിലീസ് ആരംഭിക്കുന്നത്. 3 സിനിമകളാണ് 11-ാം തീയതി റിലീസാവുന്നത്. രോമാഞ്ചത്തിന്റെ സംവിധായകൻ ജിത്തു മാധവനും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ആവേശം ഏപ്രിൽ 11-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഇത് രോമാഞ്ചത്തിന്റെ യൂണിവേഴ്സിൽ തന്നെ വരുന്ന സിനിമയാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും സംവിധായകൻ അത് നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം. ഏപ്രിൽ 11-ന് തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് മലയാളത്തിലെ പ്രമുഖ യുവതാരങ്ങൾ എല്ലാവരും അണിനിരക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന മലയാള ചിത്രവും റിലീസാവുന്നുണ്ട്. ഒരു പക്കാ വിനീത് ശ്രീനിവാസൻ ഫീൽ ഗുഡ് ഡ്രാമ മൂവി ആയിരിക്കും ഇതെന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ജയ് ഗണേഷ് എന്ന സൂപ്പർ ഹീറോ മൂവിയും ഏപ്രിൽ 11-ന് റിലീസാകും. ഏപ്രിൽ 11-ന് തന്നെ തമിഴ് ഹൊറർ ചിത്രമായ അരൺമനയുടെ 4-ാമത്തെ പാട്ടും തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. വിജയ് ആന്റണി നായകനാകുന്ന റോമിയോ എന്ന തമിഴ് ഡ്രാമ ചിത്രവും ഏപ്രിൽ 11-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഏപ്രിൽ 12-ന് മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന മലയാള ചിത്രവും വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകളിൽ റിലീസാകും. ഏപ്രിൽ 12-ന് തന്നെ പ്രേമലുവിന്റെ ഡിജിറ്റൽ റിലീസ് Disney+ ഹോട്ട്സ്റ്റാറിലുണ്ടാകും. ഫോൾ ഔട്ട് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ സീരീസ് ആമസോൺ പ്രൈം വീഡിയോയിൽ ഏപ്രിൽ 12-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ചംകീല എന്ന ഹിന്ദി ഡ്രാമ ഫിലിം ഡയറക്ട് ഡിജിറ്റൽ റിലീസായി ഏപ്രിൽ 12-ന് നെറ്റ്ഫ്ലിക്സിൽ എത്തുന്നുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ബയോപിക് ഫ്രാങ്ക്ലിൻ എന്ന ഡ്രാമ സീരീസ് ആപ്പിൾ TV+ൽ ഏപ്രിൽ 12-ന് റിലീസാകും. സ്റ്റോളൻ എന്ന സ്വീഡിഷ് ത്രില്ലർ ചിത്രം ഏപ്രിൽ 12-ന് നെറ്റ്ഫ്ലിക്സിൽ ഡയറക്ട് ഡിജിറ്റൽ റിലീസാവുന്നുണ്ട്. ദി വെയിൽ എന്ന ത്രില്ലർ മിനി സീരീസ് ഏപ്രിൽ 13-ന് ഹുലുവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ദ സിംപതൈസർ എന്ന ഇംഗ്ലീഷ് മിനി സീരീസ് ഏപ്രിൽ 14-ന് HBO-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. A24 ഒരുക്കുന്ന സീരീസിൽ റോബർട്ട് ഡൗണി ജൂനിയർ ആണ് പ്രധാന വേഷത്തിൽ വരുന്നത്. ഓൾഡ് ബോയ് ഉൾപ്പെടെയുള്ള കിടിലൻ പടങ്ങളുടെ ഡയറക്ടറായിട്ടുള്ള പാർക്ക് ചാൻവുക് ആണ് ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 17-ന് അണ്ടർ ദ ബ്രിഡ്ജ് എന്ന ഇംഗ്ലീഷ് ത്രില്ലർ മിനി സീരീസ് ഹുലുവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. നമ്മുടെ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിലെ നായിക ലില്ലി ഗ്ലാഡ്സ്റ്റനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് ആണിത്. റിബൽ മൂൺ സീരീസിന്റെ പാർട്ട് 2 ദ സ്കാർ ഗിവർ നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 19-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ഏപ്രിൽ 19-ന് തന്നെ സിവിൽ വാർ എന്ന A24 ആക്ഷൻ മൂവി തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ മൂവി ഏപ്രിൽ 19-ന് തിയേറ്ററുകളിൽ റിലീസാവും. ഗെയ് റിച്ചി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഡെലിവർ മീ എന്ന സ്വീഡിഷ് ത്രില്ലർ ലിമിറ്റഡ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 24-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ദ ബിഗ് ഡോർ പ്രൈസ് സീസൺ 2 ആപ്പിൾ TV+ൽ ഏപ്രിൽ 24-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ദിലീപ് നായകനാകുന്ന പവി കെയർ ടേക്കർ എന്ന മലയാളം കോമഡി ചിത്രം ഏപ്രിൽ 26-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. വിശാൽ നായകനാകുന്ന ഹരി സംവിധാനം ചെയ്ത ആക്ഷൻ തമിഴ് ചിത്രം രത്നം ഏപ്രിൽ 26-ന് തിയേറ്ററുകളിൽ റിലീസാകും. നമ്മുടെ ഡ്യൂണിലെയൊക്കെ നായികയായ സെന്തായ പ്രധാന വേഷത്തിലെത്തുന്ന ചലഞ്ചേഴ്സ് എന്ന ഇംഗ്ലീഷ് ഡ്രാമ സ്പോർട്സ് മൂവി ഏപ്രിൽ 26-ന് റിലീസാവുന്നുണ്ട്. ദ അസൻഡ കേസ് എന്ന സ്പാനിഷ് ത്രില്ലർ സീരീസ് ഏപ്രിൽ 26-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ ഇത്രയുമാണ് ഏപ്രിൽ മാസത്തിൽ ഇറങ്ങുന്ന സിനിമകളും സീരീസുകളും. ഇതിൽ ഞാൻ ഏതെങ്കിലും സിനിമയോ അല്ലെങ്കിൽ സീരീസോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഏത് സിനിമയ്ക്കാണ് അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്നും പറയുക. അപ്പോൾ വീണ്ടും കാണാം.